ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ പൊട്ടിത്തെറി. സജി മഞ്ഞക്കടമ്പിൽ കോട്ടയം ജില്ലാ പ്രസിഡന്റ് സ്ഥാനവും UDF ജില്ലാ ചെയർമാൻ സ്ഥാനവും രാജിവെച്ചു. മോൻസ് ജോസഫിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് സജി മഞ്ഞക്കടമ്പിൽ 24-നോട് പറഞ്ഞു. 24 ബിഗ് ബ്രേക്ക്. ഇപ്പോൾ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ, ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ, കലാകാലങ്ങളിൽ കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റാണ് കൺവീനർ, ചെയർമാനായിരിക്കുന്നത് DCC പ്രസിഡന്റുമാണ്. അതിന് ഘടകവിരുദ്ധമായി ഇത്തവണ കൺവീനർ സ്ഥാനം, ജനറൽ കൺവീനർ സ്ഥാനം മോൻസ് ജോസഫ് അങ്ങ് ഏറ്റെടുത്തു. ചെയർമാനായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻജി അദ്ദേഹത്തോട് പണക്കില്ല, അദ്ദേഹം ഏറ്റെടുക്കില്ലെന്നുണ്ട്. അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ട് എന്നെ വെട്ടാൻ വേണ്ടി അദ്ദേഹം തന്ത്രപൂർവ്വം നീക്കി. ഇന്നലെ പറഞ്ഞല്ലോ, നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് നാലാമത് എന്നെ അക്കോമഡേറ്റ് ചെയ്യുന്നതിന് പകരം വേറെ ചില പ്രാതിനിധ്യം പറഞ്ഞുകൊണ്ട് എന്നെ അങ്ങോട്ട് ഒഴിവാക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പാവയായി, ഒരു മണ്ടനായ ജില്ലാ പ്രസിഡന്റായി തുടരാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ഞാൻ അവരെ ഉപദ്രവിക്കാനില്ല. പാർട്ടി കേരള കോൺഗ്രസുമായുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു. അത് UDF, മോൻസ് ജോസഫ് ഉള്ള പാർട്ടിയുമായിട്ടുള്ള ബന്ധം. മോൻസ് ജോസഫ് ഇല്ലാത്ത ഒരു പാർട്ടിയോ ഒരു മുന്നണി ഉണ്ടെങ്കിൽ അവിടെ ഞാൻ കാണില്ല. 5-6 തവണ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഫോണിക്കൂടെ ഞാൻ അതൊക്കെ കേട്ട് ശ്രമിച്ചു. പല തവണയും ഈ സംഭവം ഉണ്ട്. ഇത് ഞാൻ പാർട്ടി നേതാക്കളെ അറിയിച്ചതാണ്. അവർക്കാർക്കും ഇതൊന്നും ഇടപെടാനോ പരിഹരിക്കാനോ ഉള്ള ഒരു മനസ്സില്ലായിരുന്നു. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകും. ടോബി, കേരള കോൺഗ്രസുകൾ ഏറ്റുമുട്ടുന്ന കോട്ടയത്ത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. എല്ലാ സർക്കാർ വിരുദ്ധ സമരങ്ങളിലും മുന്നിൽ സജി മഞ്ഞക്കടമ്പിലിനെ നമ്മൾ കാണുന്നതാണ്. UDFിൻ്റെ ജില്ലാ ചെയർമാനാണ്. അദ്ദേഹം രാജിവെക്കുന്നു, കടുത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാന ഘട്ടത്തിലാണ് ഈ രാജി എന്നത് ഒരു വലിയ പ്രതിസന്ധിയാണ്. എന്തൊക്കെയാണ് ആരോപണങ്ങൾ? അടുത്ത നീക്കങ്ങൾ എന്താണ് സജിയുടെ? വിജയകുമാർ പറഞ്ഞതുപോലെ തന്നെ സജീവമായി പൊതുരംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തി, ചുമ്മാതെ വെള്ളയും ഇട്ട് നടക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം പലപ്പോഴും പല സമരങ്ങളും നയിക്കുന്നത്, കേരള കോൺഗ്രസിന് വേണ്ടി നയിച്ചിരുന്നത് സജി മഞ്ഞക്കടമ്പിലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. പലപ്പോഴും നമ്മളൊക്കെ അല്ലെങ്കിൽ പലപ്പോഴും തമാശയായി പലരൊക്കെ പറയാറുണ്ടെങ്കിൽ പോലും ഈ ഒരു സമരങ്ങൾ കേരള കോൺഗ്രസിന്റെ ഇക്കാലം അത്രയും ഏറ്റെടുത്ത് നടത്തിയത് സജി മഞ്ഞക്കടമ്പിലാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കേരള കോൺഗ്രസിൽ മാണി വിഭാഗത്തിനൊപ്പം നിന്നപ്പോൾ KM മാണിയുടെ അവഗണന നേരിട്ട ഒരു വ്യക്തിയാണ്. അങ്ങനെയാണ് അദ്ദേഹം ജോസഫ് വിഭാഗത്തിനൊപ്പം കഴിഞ്ഞ പിളർപ്പിൽ അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹം മാറുന്നത്. അതിനുശേഷം ഈ പാർട്ടിയിലേക്ക് വന്നപ്പോൾ അന്ന് ജില്ലാ പ്രസിഡന്റ് സ്ഥാനം നൽകി. ഈ പിളർപ്പിന്റെ സമയത്ത് പാർട്ടി സംഘടിപ്പിക്കുന്നതിനും ശക്തമായ പ്രതിരോധം കോട്ടയത്ത് തീർക്കുന്നതിലും മുന്നിൽ നിന്ന വ്യക്തിയാണ് സജി മഞ്ഞക്കടമ്പിൽ. അങ്ങനെയാണ് PJ ജോസഫ് അദ്ദേഹത്തിന് ജില്ലാ പ്രസിഡന്റ് സ്ഥാനം നൽകിയത്. ഒപ്പം തന്നെ UDFിന്റെ ചെയർമാൻ സ്ഥാനം കൂടി അദ്ദേഹത്തിന് ഇതിന്റെ ഭാഗമായി ലഭിക്കുകയുണ്ടായി. കഴിഞ്ഞ കുറെ നാളുകളെ അദ്ദേഹം പ്രവർത്തിച്ചു വരികയാണ്. അപ്പോഴാണ് ജില്ലയിലെ തന്നെ പ്രമുഖനായിട്ടുള്ള മോൻസ് ജോസഫിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന് അവഗണന നേരിടുന്നു എന്നുള്ള ഒരു പരാതി ഉയർന്നു വന്നത്. നേരത്തെ തന്നെ ആ പരാതി പല സ്ഥലങ്ങളിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പല പരിപാടികളിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കി നിർത്തുന്നു എന്നുള്ള ചില ആരോപണങ്ങൾ പലരോടും പറഞ്ഞതായി നമ്മൾക്കൊക്കെ അറിയാമായിരുന്നു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴാണ് അത് കുറച്ചുകൂടി രൂക്ഷമായത്. അതായത് ഈ തെരഞ്ഞെടുപ്പിന് ജനറൽ കൺവീനർ സ്ഥാനം സാധാരണ ആ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റിനാണ് നൽകാറുള്ളത്. പക്ഷേ ഇത്തവണ സജി മഞ്ഞക്കടമ്പിലിന് അത് നൽകിയില്ല. അത് മോൻസ് ജോസഫ് ഏറ്റെടുക്കുകയായിരുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു കാര്യമെന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ദിവസം UDF സ്ഥാനാർത്ഥിക്കൊപ്പം കയറാൻ പോലും അദ്ദേഹത്തെ അനുവദിച്ചില്ല. 5 പേരാണ് അദ്ദേഹത്തോടൊപ്പം പോയത്. ആ 5 പേരിൽ ഈ ജില്ലാ പ്രസിഡന്റിനെ ഒഴിവാക്കി നിർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഒരു പ്രതികരണത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ തീരുമാനിച്ചത്. എന്തായാലും രൂക്ഷമായ വിമർശനം തന്നെയാണ് മോൻസ് ജോസഫ് ഉള്ള പാർട്ടിയിലോ മുന്നണിയിലോ താൻ ഇനി ഉണ്ടാകില്ല എന്ന് അടിവരയിട്ട് സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴാണ് ജോസഫ് വിഭാഗത്തിന് ആകെയുള്ള ഒരു സീറ്റാണ് കോട്ടയം. ആ കോട്ടയം ജില്ലയിലെ പ്രസിഡന്റ് തന്നെ രാജിവെച്ചിരിക്കുന്നത്. അത് ഒരു വലിയ തിരിച്ചടി UDFിനും ഉണ്ടാകുമെന്ന് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിജയകുമാർ. യെസ്, ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത്. എന്താണ് അക്കാര്യത്തിൽ കേരള കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിശദീകരണം, മോൻസ് ജോസഫിന്റെ മറുപടി, ഇതൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. സജി മഞ്ഞക്കടമ്പിലിന്റെ രാജി ഇന്ന് ഉണ്ടായിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് കേരള കോൺഗ്രസുകൾ ഏറ്റുമുട്ടുന്ന കോട്ടയത്ത് ജോസഫ് ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട നേതാവ് പാർട്ടി വിടുന്നത്.